നമസ്കാരം. വയനാട് DCC ട്രഷററുടെയും മകൻ്റെയും മരണത്തിലെ ദുരൂഹതയിൽ പോലീസ് വിശദമായ അന്വേഷണത്തിന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും തുടർ നടപടിയെന്ന് പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരിച്ചത്. ഇരുവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. വൈകിട്ട് 5 മണിയോടെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കും. വിഷം കഴിച്ച നിലയിലാണ് വിജയനെയും മകനെയും ചൊവ്വാഴ്ച വീട്ടിൽ കണ്ടെത്തിയത്. ഗുരുതരാവസ്ഥയിലായ ഇരുവരും ഇന്നലെയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ആത്മഹത്യാ ശ്രമമെന്ന വിലയിരുത്തലിൽ വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പുകളൊന്നും കണ്ടെത്തിയില്ല. മരണത്തിന് പിന്നിലെ കാരണം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കും. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ബത്തേരിയിലെ പ്രമുഖ സഹകാരി എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. മകൻ ജിജേഷ് ഏറെക്കാലമായി ശാരീരിക പ്രയാസം മൂലം കിടപ്പിലായിരുന്നു. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന ക്രമക്കേട് വിവാദം ചർച്ചയിൽ നിൽക്കവെയാണ് വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. NM വിജയൻ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ പ്രമുഖനാണ്. സുൽത്താൻ ബത്തേരിയിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്ന നേതാവ്. സൗമ്യമായ പെരുമാറ്റവും ഇടപെടലുകളും അദ്ദേഹത്തെ ബത്തേരിയിലെ കോൺഗ്രസിന്റെ മുഖമാക്കി. വയനാട്ടിലെ കോൺഗ്രസ് നേതൃനിരയിലെ ശക്തനുമായിരുന്നു അദ്ദേഹം. NM എന്ന ചുരുക്കപ്പേരിൽ സമകാലികർക്കും വിജയേട്ടൻ എന്ന വിളിയിൽ പിൻതലമുറയ്ക്കും വഴികാട്ടിയായി നിന്നയാളുടെ വിയോഗത്തിന്റെ നടുക്കത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. അതും അദ്ദേഹത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മരണമെന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നു. 1970കളിലാണ് NM വിജയൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. സുൽത്താൻ ബത്തേരി സെന്റ് മേരീസ് കോളേജിലും കോഴിക്കോട് ദേവഗിരി കോളേജിലും പഠനം പൂർത്തിയാക്കിയ ശേഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ കളക്ഷൻ ഏജന്റായി പ്രവർത്തിക്കുകയായിരുന്നു. ഇതേ സമയത്ത് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. കേരള പോലീസിൽ SI സെലക്ഷൻ കിട്ടിയിരുന്നു. അവസാന നിമിഷം ആ ജോലി കൈവിട്ടു അദ്ദേഹം. പിന്നീട് ബാങ്കിലെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി. ഇടക്കാലത്ത് DIC രൂപവൽക്കരിച്ചപ്പോൾ നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നതൊഴിച്ചാൽ അദ്ദേഹം കോൺഗ്രസിനൊപ്പം തന്നെയായിരുന്നു. സുൽത്താൻ ബത്തേരി മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിയായിട്ടായിരുന്നു പാർട്ടിയിലേക്ക് ഔദ്യോഗിക ചുമതലകളുടെ തുടക്കം. 1992 മണ്ഡലം പ്രസിഡന്റായി. പിന്നീട് വർഷങ്ങളോളം അദ്ദേഹമായിരുന്നു ബത്തേരിയുടെ നേതൃനിരയിൽ. 2007 DCC ജനറൽ സെക്രട്ടറിയായി ജില്ലയിലെ നേതൃനിരയിലേക്ക് ഉയർന്നു. പിന്നീട് DCC ട്രഷറർ സ്ഥാനവും ഏറ്റെടുത്തു. പാർട്ടി പ്രവർത്തകനാകുമ്പോഴും ഒരു വിഭാഗത്തിന്റെ മാത്രം നേതാവായിരുന്നില്ല അദ്ദേഹം. ജനപ്രതിനിധി എന്ന നിലയിലും മികവുറ്റ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് ആയിരുന്ന സമയത്ത് ഒരു തവണ പ്രസിഡന്റായിരുന്നു, 2 തവണ വൈസ് പ്രസിഡന്റും. ബത്തേരി ഗ്രാമപഞ്ചായത്തിനെ നഗരസഭയാക്കി ഉയർത്തിയതിനു ശേഷമുള്ള പ്രഥമ ഭരണസമിതിയിൽ അദ്ദേഹവും അംഗമായിരുന്നു. ബത്തേരിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വഴിയൊരുക്കിയ ജനപ്രതിനിധികളിൽ മുൻപന്തിയിലാണ് NM വിജയന്റെയും സ്ഥാനം. രാഷ്ട്രീയത്തിനൊപ്പം കല, സാംസ്കാരിക, ആധ്യാത്മിക മേഖലകളിലും അദ്ദേഹം സജീവമായിരുന്നു. ബത്തേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം, സഹകരണ പ്രസ് ഡയറക്ടർ, ബത്തേരി മഹാഗണപതി ക്ഷേത്ര സമിതി നിർവാഹക സമിതി അംഗം തുടങ്ങി ഒട്ടേറെ ചുമതലകൾ അദ്ദേഹം വഹിച്ചു.